മാന്യസദസ്സിനെ വന്ദനം. നമുക്ക് നമ്മുടെ പ്രകൃതിയിലേക്ക് എത്തി നോക്കാം. ദേണ്ടേ അവിടെ ഒരു കുയിൽ. ദാ തൊട്ടപ്പുറത്തതേ ഒരു മയിലിരിക്കുന്നു. ദാ അവിടെ ഒരു പശുവിനെ കെട്ടിയിരിക്കുന്നു. ദാ തൊട്ടപ്പുറത്ത് ഒരു ആടിനെയും. ഇനി നമുക്കൊരു ജനറേറ്റർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. ഇനി ഒരു മരം മുറിക്കുന്ന ഒരു ചേട്ടൻ. ഇനി ഒരു ബോട്ടിൽ ഒരു യാത്ര ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ട്രെയിനിലാണ് യാത്ര ചെയ്യാറ്. പണ്ട് കാലത്ത് നമ്മൾ ഡീസൽ ട്രെയിനിലായിരുന്നു. ഇതേ ട്രെയിൻ ഒരു പാലത്തിന്റെ പൊക്കത്ത് കൂടെ പോകുമ്പോൾ ഇനി ഒരു രണ്ട് ട്രെയിൻ അപ്പുറത്ത് എതിർവശത്തുമായിട്ട് രണ്ട് വരികളിൽ കൂടെ പോകുന്നു. ഇനി ഒരു ബാഗിന്റെ സിപ്പ് നമുക്ക് തുറന്നു കളിക്കാം. ഇനി നമുക്കൊരു കോഴികളുടെ കഥകൾ കേൾക്കാം. നമ്മൾ കോഴികളെ വിളിക്കുമ്പോൾ എങ്ങനെയാ? കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ, മുട്ട ഇടുമ്പോൾ, പിന്നെ മുട്ടയിട്ടതിന്റെ സന്തോഷം, ഇതൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമ്മൾ സാധാരണ വീടുകളിൽ കോഴികളെ വളർത്തുന്നുണ്ടല്ലോ. അപ്പോൾ കോഴികൾ എങ്ങനെ കരയാം? ഇനി ഇതേ കോഴികൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ ശബ്ദത്തിന്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടോ? അപ്പൊ ഇതേ കോഴി മുട്ടയിടായിരിക്കുമ്പോ വേറെ ശബ്ദം. പിന്നെ ഇതേ കോഴി മുട്ട ഇടുമ്പോ വേറെ ശബ്ദം. ഇനി നമ്മൾ സാധാരണ കോഴികളെ വീട്ടിൽ വളർത്തുമ്പോൾ നമ്മളെങ്ങനെ വിളിക്കാം? ബബ്ബബ്ബബ്ബാന്ന് വിളിക്കും. അങ്ങനെ വിളിച്ചാൽ ആ പഞ്ചായത്തിലുള്ള എല്ലാ കോഴികളും വരും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ആ കോഴികൾക്ക് ഒരു പേരിട്ട് കൊടുത്തു. പൂവൻ കോഴിക്ക് ബാബു കോഴിയെന്നും പെടക്കോഴിക്ക് സൂസി കോഴിയെന്നും. അപ്പോൾ പൊതുവെ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലൊരു ഡിങ്കോസിഫിക്കേഷൻ ഉണ്ടാവും. അത് ഈ കോഴികൾ തമ്മിലുണ്ട്. അപ്പോൾ പുലർച്ചെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഈ സൂസി കോഴി നമ്മുടെ ബാബു കോഴിനെ വിളിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ബാബുക്കോഴി എന്താ? ആണുങ്ങൾ പൊതുവെ കുറച്ച് ഡിമാൻഡുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ബാബുക്കോഴി ഇതൊന്നും മൈൻഡാക്കില്ല. അപ്പൊ നമ്മുടെ സൂസി കോഴി എന്ത് ചെയ്തു? എയർടെലിന്റെ ഫോൺ എടുത്തിട്ട് ബാബുക്കോഴിനെ വിളിച്ചു. അപ്പോ നമ്മള് നടക്കുമ്പോൾ ബൂട്ടിട്ട് നടക്കുമ്പോൾ ഒരു ശബ്ദമുണ്ട് മഴക്കാലത്ത്. ഇത്രയും അവതരിപ്പിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു മിമിക്രി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.